എന്താ ചിരി അതാ പറഞ്ഞ ക്യാമറ ശരിയാവില്ല. ഫ്ലോ കിട്ടിയാൽ പ്രശ്നമില്ല. ഡിഗ്രി കഴിഞ്ഞ് ആ ഡിഗ്രി വെച്ചൊരു പണി കിട്ടൂല എന്നൊരവസ്ഥയിൽ വന്നപ്പോൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കരിയർ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അത് തീരുമാനിച്ച് അപ്പോൾ എവിടെ പഠിക്കണം എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ ആണ് ഞാൻ ഓൾറെഡി ഹാരിസൺ കോ ഏജൻസിയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഫീഡായിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ പിന്നെ അവിടെ അക്കാഡമി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഡയറക്റ്റ് അവിടെ തന്നെ അന്വേഷിച്ചപ്പം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആണ് ഇവിടെ മെൻറ്റേഴ്സ് ആയാലും കോഴ്സ് കോർഡിനേറ്റേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ള സ്കിൽസ് അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ഞാൻ ഇതുവരെയൊക്കെ തിരിച്ചറിയാത്ത എൻ്റെ സ്കിൽസ് പലതും കണ്ടുപിടിക്കാനും അതൊന്ന് കൂടുതൽ വികസിപ്പിക്കാനും വേണ്ടിയിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡായാലും ടെക്നിക്കൽ സൈഡായാലും പല രീതിയിലും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങൾ, പിന്നെ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. കാരണം ഓൾറെഡി ഒരു വർക്ക് ചെയ്യാണ്, വെറും ഒരു തിയറി ബേസ്ഡ് അല്ലാണ്ട് കൂടുതൽ പ്രാക്ടിക്കലി അവർ ചെയ്യുന്ന വർക്കും എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ ജസ്റ്റ് നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എടുത്തു. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളത് പല ക്ലയൻസുമായിട്ട് പല പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും മെമ്മറബിളായ ഒരു വർക്ക് എന്താ വെച്ചാൽ പിന്നെ ഈദ് ക്യാമ്പയിൻ ആയിരുന്നു. ഈദ് ക്യാമ്പയിനിൽ അന്ന് അതായത് ഇന്ത്യക്കകത്തും പുറത്തുള്ള കമ്പനികളുടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഷൂട്ട് എന്ന് പറയുന്നത് ഓരോ എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടുത്തെ കൾച്ചറിൽ അവിടുത്തെ കൾച്ചർ. അങ്ങനെ അന്നത്തെ ഷൂട്ടിൽ പ്രീ പ്രൊഡക്ഷൻ മുതൽ അത് ഔട്ട് വരുന്നവരെ, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ആ 3 സ്റ്റേജിലും നമുക്ക് ഇത് എങ്ങനെയൊക്കെ പോകുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ചസ്, എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കൂടുതൽ അറിയാൻ പറ്റി. അതിലൊക്കെ നമുക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. ഇതിന് മുന്നേയൊക്കെ നമ്മളെ ടേം അറിയാം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഈദ് ക്യാമ്പയിനോട് കൂടി കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയാൻ പറ്റി. സ്റ്റാർട്ടിങ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെറ്റായ മുതൽ അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ക്രൂ മീറ്റിംഗ് കാര്യങ്ങൾ, ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡേ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഔട്ട് വരുന്നവരെ നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ അറിയുന്നുണ്ട്. നമ്മളതായ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. ഇവിടുന്ന് കിട്ടിയ സ്കില്ല് വെച്ചാണ് എൻ്റെ കരിയറിൻ്റെ ബേസ് ബിൽഡ് ചെയ്യുന്നത്. ആ ബേസിലാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ മുന്നോട്ട് കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു.